കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് അധികമായിട്ട് അടുത്തു വരാം. പ്രഭാതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലമായി തീരേണ്ടതിന് വേണ്ടി, സ്വർഗത്തെ ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കുന്ന ഒരു ദിവസമായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് ദിവസത്തിലാണ് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വചനം അനുസരിക്കുവാൻ പ്രവർത്തിച്ച് നമ്മെ കർത്താവിൻ്റെ മക്കളാക്കി തീർക്കുവാനുള്ള പല പ്രവൃത്തികൾക്കുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. എന്നാൽ ചിലത് നമ്മൾ അനുസരിക്കുന്നു, ചിലത് നമ്മൾ നിരസിച്ച് കളയുന്നു. എന്നാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കർത്താവെ, അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചു, ദാവീദിൽ ദൈവം പ്രസാദിച്ചു, അങ്ങനെ ഓരോരുത്തരും ദൈവം പ്രസാദിച്ചതുപോലെ എന്നിലും പ്രസാദിക്കുവാനുള്ള കർത്താവിൻ്റെ കൽപ്പന ഏതാണ്? അതിന് എനിക്ക് ഏത് ദിവസമാണ് ദൈവം അത് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? ആ ദിവസത്തിൽ അത് പ്രാപിക്കുവാനും അത് ചെയ്യുവാനുമുള്ള മനസ്സ് ഇപ്പോഴേ കർത്താവ് നൽകി തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ മനസ്സില്ല എങ്കിൽ സമയം വരുമ്പോൾ നമുക്ക് അനുസരിക്കാൻ കഴിയാതെ വരും. ദാവീദ് ദൈവത്തെ അനുസരിച്ചു, ശൗല് ദൈവത്തെ അനുസരിച്ചില്ല. യാക്കോബ് ദൈവത്തിന് പ്രസാദമുള്ളവനായിട്ട് ജീവിച്ചു, ജ്യേഷ്ഠാവകാശം ഉണ്ടായിട്ടും യേശാവിന് അത് സാധിച്ചില്ല. അതൊക്കെയും അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് അതിനെക്കുറിച്ചുള്ള അവരുടെ ശ്രദ്ധ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. നമുക്കങ്ങനെയില്ല. നമുക്ക് ഭൂമിയിൽ വിശ്വാസം ഒരിക്കലായിട്ടാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അവസരം ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭയത്തോടുകൂടി നാം ഈ ലോകത്തായിരിക്കണം. എപ്പോഴാണ് എൻ്റെ സാക്ഷ്യത്തിനുള്ള സമയം എൻ്റെ മുമ്പിൽ വരുന്നത്? ആ സമയം വരുമ്പോൾ എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ സാക്ഷ്യം പ്രാപിച്ചെന്ന് തെളിയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടും ഭയത്തോടും കൂടി ഓരോ ദിവസവും നമുക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ, ദൈവമേ, ഇന്നത്തേക്കുള്ള ആഹാരം എനിക്ക് തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നമുക്ക് ആഹാരം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കുള്ള ആഹാരം എന്ന് വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം, അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് പറയാനിടയായി തീർന്നു. അതുകൊണ്ട് നമുക്കും അന്നേക്കുള്ള ആഹാരം, ഇന്നത്തെ ദിവസം നമുക്ക് ലഭിക്കേണ്ട ആഹാരം, ഇന്നത്തെ ദിവസം നാം ചെയ്യേണ്ട കർത്താവിൻ്റെ പ്രവൃത്തി, അത് കർത്താവ് നമുക്ക് നൽകുവാനും അത് നമുക്ക് നിവർത്തിക്കുവാനും കർത്താവ് കൃപ തരേണ്ടതിന് വേണ്ടിയും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു പാട്ട് പാടിയതിനു ശേഷമായിട്ട് ചില ദൈവവചന ഭാഗങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനേ, നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മന്നിൽ. പ്രിയനേ, നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മന്നിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ
പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കാം. 106-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 106-3 ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാന്മാർ. അവിടെ ദൈവത്തിൻ്റെ വചനം ഒരു ഭാഗ്യപദവിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനം നമുക്ക് ആവശ്യമാണ്. ആ വചനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കുറവുകളെ ഗ്രഹിച്ച് അതുപോലെ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ പ്രാപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. ദൈവം തൻ്റെ ഇഷ്ടം അറിയിച്ചിരിക്കുന്നത് തൻ്റെ വചനത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ആ വചനം നമ്മൾ പ്രാപിച്ച് ആ വചനത്തെ ആധാരമാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ മറുപടി ഉണ്ടാകും. നിശ്ചയമായിട്ട് എത്ര ദുഷ്ടനാണെങ്കിൽ പോലും അവൻ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കും. യഹസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടൻ തൻ്റെ ആ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് നീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദുഷ്ടതയൊന്നും കണക്കിടുകയില്ല. നീതിമാൻ തൻ്റെ നീതി വിട്ട് ദുഷ്ടത പ്രവർത്തിച്ചാൽ അവന് നീതിയും കണക്കിടുകയില്ല. അപ്പോൾ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും അവൻ്റെ ദുഷ്ടത കണക്കിടാതിരിക്കണമെങ്കിൽ അവൻ നീതി പ്രവർത്തിച്ചാൽ ദൈവം വന്നുവരെയുള്ള അവൻ്റെ ദുഷ്ടത കണക്കിടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക എന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്ന ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ വായിക്കുന്നതും അത് കേൾക്കുന്നതും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഒരു വലിയൊരു ഭാഗ്യപദവിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 106-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം പറഞ്ഞിരിക്കുന്നത്, ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ചിലർ പറഞ്ഞ് സ്വർഗത്തിൽ സിംഹാസനമൊന്നും ഇല്ല എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരുണ്ട്. അവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി ചോദിച്ച് മേടിക്കുകയാണ്. ഇവിടെ നമ്മൾ അതല്ല സംസാരിക്കുന്നത്. ദൈവത്തിന് ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതാണ് യഹോവയായ ദൈവം. ആ ദൈവത്തിൻ്റെ ഇന്ന് അവിടെ കർത്താവായ യേശുക്രിസ്തു ഇരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് നീതിയും ന്യായവുമാണ്. ഇന്ന് വചനം നമ്മൾ വായിച്ചത്, ആ ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ദൈവസിംഹാസനത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന, ദൈവത്തെ തന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത് നീതിയും ന്യായവുമാണ്. അത് ഈ ഭൂമിയിൽ പ്രമാണിക്കുന്നവർ അവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി തീരും. കാരണം ദൈവത്തിന് സിംഹാസനത്തെ വരെ താങ്ങി നിർത്തിക്കുന്നത്, കർത്താവിനെ തന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത് ആ നീതിയും ന്യായവുമാണ്. അത് പ്രമാണിക്കുന്നവർ അവർ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏത് സാഹചര്യങ്ങളുണ്ടായാലും എപ്പോഴും ചിലപ്പോൾ നീതിയും ന്യായവും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമോ സന്ദർഭമോ ആയിരിക്കില്ല. പക്ഷേ അവിടെയും നീതിയും ന്യായവും ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനായിട്ട് തീരും. എല്ലായ്പ്പോഴും ചിലപ്പോൾ അതിനുള്ള സന്ദർഭമുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരും മനുഷ്യന്. സത്യത്തെ വിട്ട് സംസാരിക്കുവാനും സത്യത്തെ വിട്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം വരും. അല്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്നുള്ള ഒരു നിലയിലേക്ക് വരും. യേശാവിനെ പോലെ, യേശാവ് വളരെ ദാഹിച്ചും ക്ഷീണിതനുമായിട്ട് വന്നപ്പോൾ അവിടെ ചുവന്ന പായസം ഇരിക്കുന്നത് കണ്ടു. പായസം കണ്ടതോടുകൂടി അവനതിൽ അല്പം യാക്കോബിനോട് ആവശ്യപ്പെട്ടപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ പായസമൊക്കെ തരാം, പക്ഷേ നിൻ്റെ ജ്യേഷ്ഠാവകാശം ഒന്ന് എനിക്ക് വിൽക്കണം. അപ്പോൾ അവൻ പെട്ടെന്ന് ചിന്തിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ വിശപ്പ് അടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
അങ്ങനെ അവൻ ആ വിശപ്പ് അടങ്ങുവാനായിട്ട് വിശപ്പിനെ അടക്കുവാൻ തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞുവെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നു. അപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. നീതിയും ന്യായവും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം മനുഷ്യൻ്റെ മുമ്പിൽ വരും. പക്ഷെ വചനം പറയുന്നത് നമ്മൾ ഭാഗ്യവാന്മാരായി തീരണമോ, കർത്താവിൻ്റെ സിംഹാസനത്തെ താങ്ങിയിരിക്കുന്നതായ ആ നീതിയും ന്യായവും അതിനെ നമ്മൾ അനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയൊരു പദവിയിലേക്ക് എത്തുകയാണ്, വലിയൊരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് നമ്മൾ ദാവീദ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ദാവീദ് അങ്ങനെ ആയത്? ദാവീദിനെ വിളിച്ച സമയം മുതൽ, കർത്താവ് വിളിച്ച സമയം മുതൽ, അവൻ്റെ ബാല്യം മുതൽ തന്നെ അവൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്. എന്നാൽ ശൗലിൻ്റെ ഉപദ്രവം മൂത്തപ്പോൾ ദാവീദ് ഒരിക്കൽ അയൽപക്കത്തുള്ള ആക്കീഷിൻ്റെ അടുക്കൽ, ആക്കീഷ് എന്ന് പറയുന്ന ജാതീയ രാജാവിൻ്റെ അടുക്കൽ പോയി താമസിക്കാനിടയായി തീർന്നു. തന്നെയും തൻ്റെ അപ്പനും അമ്മയും തൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളെയും കൂട്ടി ആക്കീഷിൻ്റെ അടുക്കൽ പോയി താമസിക്കാനിടയായി തീർന്നു. അങ്ങനെ ആക്കീഷിൻ്റെ അടുക്കൽ പോയി താമസിച്ച് അവൻ ആ അന്യ രാജ്യത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അവൻ പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ ആക്കീഷ് ഒരിക്കൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുമ്പോൾ അവൻ ആക്കീഷിൻ്റെ പ്രഭുക്കന്മാരൊക്കെയും പറഞ്ഞു, ഇവൻ യജമാനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമ്മളെയൊക്കെയും കൊല്ലും. എന്നാൽ അതിനു മുമ്പ് ആക്കീഷ് വന്ന് ദാവീദിനോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഇസ്രായേലിനോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അവൻ ഇസ്രായേലിനാണല്ലോ, ദാവീദ് ഇസ്രായേലിനാണ്. സഹോദരന്മാരോടുള്ള ആ സ്നേഹമെല്ലാം അവർക്കറിയാം. ഇസ്രായേലർ തമ്മിലുള്ള സഹോദര സ്നേഹമൊക്കെയും ജാതികൾക്കറിയാം. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ ഇന്ന് ഇസ്രായേലിനോട് എന്ത് ചെയ്യുമെന്നുള്ളത് നീ കണ്ടറിയും. അപ്പോൾ ദാവീദിൻ്റെ കയ്യിലിരിക്കുന്ന വാളെന്ന് പറയുന്നത് അത് ശത്രുക്കളുടെ നേരെ ഉപയോഗിക്കാനുള്ളതാണ്. അത് ഇസ്രായേലിലാണെങ്കിലും അത് ജാതീയ രാജാവിൻ്റെ കൂടെ ആണെങ്കിലും അവൻ്റെ മുമ്പിൽ നീതിയും സത്യവും മാത്രമേ ഉള്ളൂ. ഇന്ന് ആക്കീഷിൻ്റെ പക്ഷക്കാരനായിട്ടാണ് അവൻ പോകുന്നതെങ്കിൽ ഇന്ന് അവൻ ആക്കീഷിന് വേണ്ടി യുദ്ധം ചെയ്യും. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് എന്തെങ്കിലും മറിമായങ്ങളോ എന്തെങ്കിലും തന്ത്രങ്ങളോ എന്തെങ്കിലും ചതികളോ ഒന്നും പ്രയോഗിക്കില്ല. ആ വാളെന്ന് പറയുന്നത് അവൻ ആരോട് കൂടെ നിൽക്കുന്നുവോ, ഏത് ഭാഗത്ത് അവൻ നിൽക്കുന്നുവോ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ വിശ്വസിച്ചത്. കാരണം ദാവീദിനെ തിരഞ്ഞെടുത്തു. ശൗല് തോറ്റുപോയപ്പോൾ, ശൗല് പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും തനിക്ക് ബോധിച്ചവനായ ഒരു പുരുഷനെ യഹോവയെ ദൈവം സ്വർഗത്തിലെ ദൈവം അന്വേഷിച്ച് വന്നപ്പോൾ ഇശ്ശായിയുടെ ഇളയ മകനായിരിക്കുന്ന ദാവീദിനെ കണ്ടെത്തി. ദാവീദിനെ കണ്ടെത്താനുള്ള കാരണം എന്ന് പറയുന്നത് അവനിലെന്തുണ്ട്? അവനിൽ നീതിയും ന്യായവുമുണ്ട്. തൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന നീതിയും ന്യായവും ദാവീദിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലിലൊക്കെയും അന്വേഷിച്ച് നടന്ന കർത്താവ് ഇശ്ശായിയുടെ ഇളയ പുത്രനായിരിക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. ആ വാളിൻ്റെ മുമ്പിൽ മറ്റൊന്നുമില്ല. ആ നീതിയും ന്യായവും ഒരു മനുഷ്യൻ മുറുകെ പിടിക്കുന്നുവെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. നമ്മൾ മുമ്പ് പലപ്പോഴും പഠിച്ചിട്ടുള്ളതുപോലെ യഥാർത്ഥത്തിലുള്ള ഒരു ഇസ്രായേലിനോട് സംസാരിക്കാൻ അവൻ്റെ ഭാര്യ പോലും പേടിക്കും. കാരണം പ്രമാണമുണ്ട്. നിൻ്റെ മാർവിടത്ത് ശയിക്കുന്ന നിൻ്റെ ഭാര്യ നമുക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തെ വിട്ടതിന് ശേഷം അന്യദൈവങ്ങളെ പോയി സേവിക്കാമെന്ന് നിന്നോട് രാത്രിയിൽ ഏത് സന്ദർഭത്തിലാകട്ടെ നിന്നോട് നിൻ്റെ ചെവിയിൽ മന്ത്രിച്ചാൽ, ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അത്, നിൻ്റെ ചെവിയിൽ അവൾ നമുക്ക് അന്യദൈവത്തെ പോയി സേവിക്കാമെന്ന് പറഞ്ഞ ആ വാക്ക് നീ മാത്രമേ കേട്ടുള്ളൂ. നിനക്ക് വേണമെങ്കിൽ അത് ഒളിപ്പിച്ച് കളയാം. പക്ഷേ ഒരു സാക്ഷാൽ ഇസ്രായേലിനാണെങ്കിൽ, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അവനെ ഒളിപ്പിക്കുകയില്ല. അപ്പോൾ തന്നെ അവളെ ശരിയാക്കാനുള്ള കാര്യങ്ങൾ അവിടെ അവനെ ഒരുക്കുവാനായിട്ട് ഇടയെത്തിരും. അപ്പോൾ അതുകൊണ്ട് ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഇസ്രായേലിൻ്റെ മുമ്പിൽ അവൻ്റെ ഭാര്യയാകട്ടെ അവൻ്റെ മക്കളാകട്ടെ എല്ലാം സൂക്ഷ്മതയോടുകൂടി നിൽക്കുന്നത്. നമുക്കറിയാം, ഇബ്താഹ് യുദ്ധത്തിന് പോയി. ഇബ്താഹ് വേശ്യാപുത്രനാണ്. പക്ഷേ യുദ്ധം അറിയാവുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിലൊക്കെയും ഇബ്താഹിനെ പടനായകനാക്കി, തലവനാക്കി. ഇബ്താഹ് യുദ്ധത്തിന് പോയപ്പോൾ
അവൻ കർത്താവിനോട് പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് എന്തായാലും ആരായാലും അത് കർത്താവിന് യാഗമായി തീരുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇബ്താഹ് യുദ്ധത്തിന് പോയത്. യുദ്ധം ദൈവത്താൽ ഇബ്താഹ് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇസ്രായേൽ ജയിക്കുവാനിടയിൽ തീർന്നു. മടങ്ങി വരുമ്പോൾ മകളാണ് തന്നെ എതിരേറ്റ് വന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇസ്രായേലിനാണെങ്കിൽ എന്താണ്? നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതിനാണ്. അവൻ മകളോട് പറഞ്ഞു, മകളെ നീ എൻ്റെ തല കുനിയിച്ചല്ലോ, പക്ഷേ നീ ആരാകട്ടെ, നീ എന്താകട്ടെ, ഞാൻ കർത്താവിനോട് പറഞ്ഞു പോയല്ലോ. പിന്നെ അവിടെ മാറ്റമൊന്നുമില്ല. മകൾ പറയുകയാണ്, അപ്പം നീ കർത്താവിനോട് പറഞ്ഞു പോയെങ്കിൽ നീ അതുപോലെ എന്നോട് ചെയ്തു കൊള്ളുക. ഒരു 2 മാസത്തെ കാലാവധി തരണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 2 മാസത്തെ കാലാവധിക്ക് ശേഷം ഇബ്താഹിൻ്റെ മകളെ യാഗം കഴിച്ചു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനാണെങ്കിൽ അവന് യാതൊന്നിനെയും ഭയമോ ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഭയമോ യാതൊരു വിധത്തിലുള്ള അനുകമ്പയോ യാതൊരു വിധത്തിലുള്ള മാനുഷിക സ്നേഹങ്ങളൊന്നും അവനിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അതിനേക്കാളെല്ലാം നിഷ്കളങ്കനായവൻ്റെ സ്വഭാവമാണ് നീതിയും ന്യായവും എന്ന് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ, അയ്യോ, കർത്താവ് അത്രയും ശക്തമായിട്ടെല്ലാം പ്രവർത്തിക്കാൻ കർത്താവ് പറയുമോ? എനിക്കെൻ്റെ കൂട്ടുകാരോടൊന്ന് സന്തോഷിക്കുവാനായിട്ട് കർത്താവ് വിലക്കുമോ? എനിക്ക് ലോകത്ത് പോയി ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണുവാനായിട്ട് കർത്താവ് വിലക്കുമോ? അത്രയും ഒരു മാനസിക വികാസമില്ലാത്ത ആണോ എന്നൊക്കെ ചില ആളുകൾ ചിന്തിച്ചു പോകും. ഞാൻ മാനസിക വികാസമില്ലാത്തതെന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞോളൂ. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഈ കർത്താവ് ഇത്രയും കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്നവനാണോ, അല്ലെങ്കിൽ ഇത്രയും ഒരു ലളിതമായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കർത്താവാണ് ലോകത്തെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഷ്കളങ്കൻ. അവനിൽ ഇരുട്ട് അശേഷമില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അവനോടത്തോളം, ക്രിസ്തുവിനോടത്തോളം നിഷ്കളങ്കൻ ആരുമില്ല. അതിലും വലിയ നിഷ്കളങ്കതയാണെന്ന് പറയുന്നെല്ലാം വെറുതെ യഥാർത്ഥത്തിൽ ഒരു അഭിനയം മാത്രമാണ്. അപ്പോൾ വചനം പറയുന്നത്, നമ്മൾ പറഞ്ഞു വന്നത്, നീതിയും ന്യായവും പ്രവർത്തിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. ഒരു സാക്ഷാൽ ഇസ്രായേലിനായിരിക്കുന്ന വിശ്വാസികളായിരുന്ന നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അത് മാത്രമാണ്. നമുക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുന്നതും വൈകാരികമായ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഇബ്താഹിനെ സംബന്ധിച്ച് അവൻ സ്വന്തം മകളോട് അങ്ങനെ ചെയ്തുവല്ലോ എന്ന് ലോകം പറയുമ്പോൾ അങ്ങനെയല്ല. പിന്നെയോ ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ ഇബ്താഹ് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഇബ്താഹ് വിശ്വാസ വീരന്മാരോടുകൂടി എണ്ണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, 106-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം വായിച്ചത്, ന്യായം പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. കർത്താവിൻ്റെ സന്നിധിയിലുള്ള ഭാഗ്യവാന്മാർ എന്നുള്ള കൂട്ടത്തിൽ കാണുന്നത് ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരുമാണ്. എല്ലായ്പ്പോഴും, എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് അവിടെ തിരിച്ചുവേദങ്ങളൊന്നുമില്ല. ഒരാൾ എനിക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ മറ്റൊരാൾ എനിക്ക് പ്രതികൂലമാണ്. അവർ രണ്ടുപേരോടും ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരുപോലെ മാത്രമേ ഒരു ഇസ്രായേലിയൻ, ഒരു വിശ്വാസി പ്രവർത്തിക്കുകയുള്ളൂ. അവനാണ് ദൈവസന്നിധിയിൽ ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവൻ. അവനാണ് ദൈവ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന സ്വഭാവം വെളിപ്പെടുത്തുന്നവൻ. അവൻ നിശ്ചയമായിട്ടും ഭാഗ്യവാനായി തീരുക. അവൻ്റെ പദവി എന്ന് പറയുന്നത് അത്ര വലുതായിരിക്കും. ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിൻ്റെ പേരാക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. അവരെ കൊണ്ട് മാത്രമേ കർത്താവിന് ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാണ്ട് സാധിക്കുള്ളൂ. അവരാണ് കർത്താവിനോട് ഒരുമിച്ച് വസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കൂട്ടം. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് എത്തിച്ചേരണം. സാഹചര്യം വരുമ്പോൾ അന്യായം പ്രവർത്തിക്കുക, എൻ്റെ പക്ഷക്കാരോട് ന്യായം പ്രവർത്തിക്കുക, എൻ്റെ പക്ഷമല്ലാത്തവരോട് അന്യായം പ്രവർത്തിക്കുക. പിന്നെ കാര്യങ്ങൾക്ക് അവസരത്തിനൊത്ത് ഓരോ കാര്യങ്ങൾ മാറി മാറി പ്രവർത്തിക്കുക. ചിലപ്പോൾ നല്ലത് പ്രവർത്തിക്കും, ചിലപ്പോൾ അന്യായം പ്രവർത്തിക്കും. അതൊന്നും അവർ ഭാഗ്യവാന്മാരായിട്ട് തീരുകയില്ല. അതെല്ലാം സാഹചര്യങ്ങൾ വരുമ്പോൾ ചെയ്യുന്നവർ എന്ന് മാത്രമേ കണക്ക് കൂട്ടുകയുള്ളൂ. പിന്നെയോ
ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുമെന്ന് വചനത്തിലുള്ളതുപോലെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ വാക്കുകളിലും ദൈവത്തിൻ്റെ ന്യായവും ദൈവത്തിൻ്റെ നീതിയും മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമുള്ളവർ നിശ്ചയമായിട്ടും അവർ ഭാഗ്യവാന്മാരായി തീരും. അവരെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഇശായിയുടെ ഏറ്റവും ഇളയ പുത്രനാണ്, ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇസ്രായേലിൽ പ്രശസ്തനല്ല, പക്ഷേ നീതിയും ന്യായവും അവൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവനെ ദൈവം ഇസ്രായേലിൽ മാത്രമല്ല ഈ ഭൂമിയിലൊക്കെയും ഉയർത്തുവാനായിട്ടിടയായിത്തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീതിയും ന്യായവും മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തോടെ നാം ഇരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ ദൃഷ്ടി 800 കോടി 1000 കോടി ജനത്തിൻ്റെ മേലല്ല, പിന്നെയോ നമ്മുടെ മേൽ നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും. അവൻ നമ്മളെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവൻ നമുക്ക് ഭൂമിയെ കൈവശമായിട്ട് തരും. അവൻ കർത്താവിനോട് നമ്മെ ഇരുത്തുവാനായിട്ട് ഇടയായിത്തീരും. അത്ര വലിയൊരു ഭാഗ്യപദവിയാണ് ദൈവത്തിന് എന്നെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അല്പകാര്യങ്ങൾക്ക് വേണ്ടി നാം നീതിയും ന്യായവും നീക്കിക്കളയാതെ നമ്മുടെ ഹൃദയത്തിൽ നീതിയോടും ന്യായത്തോടും കൂടി മാത്രമേ ഞാൻ ഈ ലോകത്ത് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുകയുള്ളൂ എന്നുള്ളൊരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദിവസത്തിൽ നമുക്ക് മാനം കണ്ടെത്തുവാൻ, അവനിൽ നിന്ന് മഹത്വം പ്രാപിപ്പാൻ നിശ്ചയമായിട്ടും ഇടയായിത്തീരും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിൽ അടിയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, ന്യായത്തെ പ്രമാണിക്കുന്നവരും എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് 106-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ അടിയങ്ങൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പലപ്പോഴും പല സന്ദർഭങ്ങളിലും അടിയങ്ങൾക്ക് അപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അത് നിമിത്തമായിട്ട് പല കുറവുകളും ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ അടിയങ്ങളെക്കുറിച്ച് പല കുറ്റങ്ങളും പല തെറ്റുകളുമെല്ലാം ഉണ്ട് എന്ന് അടിയങ്ങൾ അറിയുന്നു. എന്നാൽ ഇന്ന് അതിനെല്ലാം ഒരു ക്രമീകരണം വരുത്തി എല്ലായ്പ്പോഴും ന്യായം പ്രവർത്തിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, അങ്ങനെ ദൈവത്തിന് മനുഷ്യർക്കും കൊള്ളാകുന്നവരായി തീരുവാൻ, ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും കർത്താവിൻ്റെ ഭാഗ്യവാന്മാരായി തീരുവാൻ കർത്താവെ ആ സ്വഭാവം അടിയങ്ങൾക്കും എന്നേക്കും തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളെല്ലാം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.